ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇന്ത്യയിലെ ചെറിയ വാഹനങ്ങളുടെ സെഗ്മെൻറ്റ് ഇപ്പോൾ പതുക്കെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് മാരുതി സുസുക്കി അടക്കി വാണിരുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു സ്മോൾ ഹാച്ച് ബാക്സ്, അല്ലെങ്കിൽ മൈക്രോ എസ് യു വിസ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, കൂടുതൽ ഹാച്ച് ബാക്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ പ്രീമിയം ഹാച്ച് ബാക്സ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതിൻ്റെ സെയിൽ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. കൂടുതലും അഫോർഡബിൾ റേഞ്ചിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബഡ്ജറ്റ് ഹാച്ച് ബാക്സിൻ്റെ സെയിലാണ് കുറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓൾട്ടോ കേട്ടൻ ആയിക്കോട്ടെ, പണ്ട് ഓൾട്ടോ 800 ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ സെയിൽ കിട്ടുമായിരുന്നു. ഇപ്പം അവരത് നിർത്തി, ആകെ ഓൾട്ടോ കേട്ടൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈവൻ നമ്മുടെ സെലറി ആണെങ്കിലും അതുപോലെ എക്സ്പ്രസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള വാഹനങ്ങളിലൊക്കെ സെയിൽ വളരെ കുറവാണ്. ഓൾട്ടോ കേട്ടനൊക്കെ ഏകദേശം 8,000 അടുത്തോട്ടൊക്കെ സെയിൽ വന്നിട്ടുണ്ട്. ടോപ്പ് 10 ലിസ്റ്റുകളിലും ഇപ്പോൾ നമുക്ക് ആ വാഹനം കാണാൻ പറ്റില്ല. എക്സ്പ്രസോ സെലറി ഓൾമോസ്റ്റ് ഡെഡ് ആയ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. സെലറിയൊക്കെ ഏകദേശം 2,000-3,000 റേഞ്ചിലുള്ളൂ, എക്സ്പ്രസും ആ ഒരു റേഞ്ചിൽ തന്നെ എപ്പോഴും സെയിലുള്ളൂ. ഇക്കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് മാരുതി സുസുക്കി മറ്റൊരു പുതിയ ചെറിയ വാഹനം ഇറക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓൾറെഡി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് ഇനി എന്തിനാണ് പുതിയൊരു വാഹനം ഇറക്കുന്നത് എന്നുള്ളത്. പക്ഷേ അവർ വെറുതെ ഇറക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത്, അത്യാവശ്യം നല്ല റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് മാരുതി സുസുക്കിനെ ഇറക്കാൻ പോകുന്ന വാഹനങ്ങളുടെ ഒരു ലൈനപ്പ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 5 to 13 lakhs വരെ ആനുവൽ ഇൻകം ഉള്ള ആൾക്കാർക്ക് ടാർഗറ്റ് ചെയ്യാനാണ് അവർ ഈ ഒരു വാഹനം ഇറക്കാൻ പോകുന്നതെന്നാണ്. അതായത് വണ്ടിയുടെ വില ഏകദേശം ഒരു 6 to 10 lakhs ആ റേഞ്ചിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എൻട്രി ലെവൽ വണ്ടി ആയിരിക്കും എന്നവർ പറഞ്ഞിട്ടില്ല, പക്ഷേ ചെറിയ ഒരു വാഹനമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതലും ഇപ്പോഴത്തെ ചെറിയ വാഹനങ്ങളെന്ന് പറയുന്നതെല്ലാം SUV പോലെ ഇരിക്കുന്ന വണ്ടികളാണ്. ഈവൻ ദോ അത് ശരിക്കും SUV ആവണമെന്നില്ല, പക്ഷെ എന്നാൽ പോലും ആ ഒരു സ്റ്റാൻഡ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ടാറ്റയുടെ പഞ്ച് അവർ ഏകദേശം SUV പോലെ ഇരിക്കുന്ന ഒരു വണ്ടി ഇറക്കി. സംഭവം ഹാച്ച് ബാക്ക് ആണ്, പക്ഷെ എന്തായാലും നന്നായിട്ട് ക്ലിക്കായി. 2024 ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടിയും പഞ്ചായിരുന്നു. മിക്ക മാസവും 15,000 to 18,000 ഇടയിലൊക്കെ അതിന് സെയിലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് നല്ലൊരു സക്സസ് സ്റ്റോറിയാണ്. ഏകദേശം ആ ഒരു സ്ട്രാറ്റജി തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ മാരുതി സുസുക്കിയും ഉദ്ദേശിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിനകത്ത് മൾട്ടിപ്പിൾ പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഇതുവരെ നമുക്കറിയാം സുസുക്കി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു എഞ്ചിൻ ആയിരിക്കും മിക്കവാറും കൊടുക്കുന്നത്. കൂടിപ്പോയി കഴിഞ്ഞാൽ 2 എഞ്ചിൻ കൊടുക്കും. ഇപ്പോൾ അഫോർഡബിൾ വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വാഗണാറിൽ 1.2 1 ലിറ്റർ എഞ്ചിനും കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്കി വണ്ടികൾ അതിപ്പം എക്സ്പ്രസ് ആയാലും സെലേറി ആയാലും ഈ വണ്ടികളെല്ലാം 1 ലിറ്റർ എഞ്ചിനാണ് കിട്ടുന്നത്. ഓൾട്ടോ കേട്ടൻ പിന്നെ ഡെഫിനറ്റ്ലി പേര് പോലെ കേട്ടൻ സീരീസ് എഞ്ചിനാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അവർ ഇറക്കാൻ പോകുന്ന വാഹനം ഇങ്ങനെ ആയിരിക്കില്ല. മൾട്ടിപ്പിൾ പവർ ട്രെയിൻ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അതിനകത്തൊരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയുള്ള എഞ്ചിൻ അവൈലബിൾ ആയിരിക്കും. മൈൽഡ് ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഹൈറൈഡിലും ഗ്രാൻഡ് വിറ്റാറിലൊക്കെ വരുന്ന പോലെ സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ടുള്ള ടെക്നോളജി അല്ല. മൈൽഡ് ഹൈബ്രിഡ് ഒരു കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടെ ചെറിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി സംഭവങ്ങളൊക്കെ മീറ്റ് ചെയ്യാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് പുറമെ CNG പിന്നെ ഫ്ലെക്സ് ഫ്യൂലും അവൈലബിൾ ആയിരിക്കും. പെട്രോൾ പിന്നെ എന്തായാലും ഉണ്ടാവും. പക്ഷേ 3 പുതിയ പവർ ട്രെയിനായിട്ട് വരാൻ പോകുന്ന ഈ സംഭവങ്ങളാണ് പെട്രോൾ ഒഴികെ. സോ CNG വരുമ്പം അവരിപ്പോൾ മിക്ക വാഹനങ്ങളിലും നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂൽ കോസ്റ്റ് നന്നായിട്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റും. മൈൽഡ് ഹൈബ്രിഡ് വരുമ്പം അതിൻ്റെയും എഫിഷ്യൻസി ഒരു 25 to 30 റേഞ്ചിലേക്ക് കിട്ടും. ഇപ്പോൾ തന്നെ അങ്ങനെ മൈൽഡ് ഹൈബ്രിഡ് ഒന്നും ഇല്ലാഞ്ഞിട്ടും സെലേറിയുടെ എഫിഷ്യൻസി അവർ 25-ന്റെ അടുത്ത് 26-ന്റെ അടുത്ത് ക്ലെയിം ചെയ്യുന്നുണ്ട്. അതുപോലെ ഓൾട്ടോ കേട്ടനാണെങ്കിലും 25 റേഞ്ചിലുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല എഫിഷ്യൻസി നമ്പേഴ്സൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതിയ സ്വിഫ്റ്റ് 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്, പക്ഷേ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ആ വണ്ടി വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ഇവർ ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ് വീണ്ടും മാക്സിമം പ്രയോറിറ്റി ആയിട്ട് വെക്കുന്നത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അല്ല. അതായത് വണ്ടിക്ക് മാക്സിമം പവർ കിട്ടുക അല്ലെങ്കിൽ ഡിസൈൻ നന്നാവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. ഡിസൈൻ പിന്നെ ഇപ്പോഴത്തെ വണ്ടികളിൽ വലിയ കുഴപ്പമില്ല. ചില വണ്ടികളിലൊക്കെ അവർ അത്യാവശ്യം നന്നായിട്ട് ചെയ്യും, ചിലതൊക്കെ കൊണ്ട് കൊളാക്കാറുണ്ട്. പക്ഷേ സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ അവരുടെ വാഹനങ്ങളുടെ ഡിസൈനൊക്കെ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. മാരുതി സുസുക്കി പറയുന്ന അനുസരിച്ച് ഫസ്റ്റ് ടൈം ബയേഴ്സ് വണ്ടി എടുക്കുന്നത് ഇപ്പോൾ വീണ്ടും കുറഞ്ഞിരിക്കുകയാണെന്നാണ്. ബൈ ദ വേ ഈ വണ്ടിയും അവർ ടാർഗറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം വണ്ടി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്, അല്ലാതെ ഓൾറെഡി എക്സിസ്റ്റിംഗ് വാഹനത്തിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. ഇവർ പറയുന്ന അനുസരിച്ച് ഇപ്പോഴും 2 വീലറിൽ നിന്ന് 4 വീലറിലേക്ക് മാറാൻ നിൽക്കുന്ന ഏകദേശം 1 ബില്യൺ ആൾക്കാരോളം, അതായത് 100 കോടി ആൾക്കാരോളം ഇപ്പോഴും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ആകെപ്പാടെ ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷൻ 144 കോടിയാണ്. അതിലിപ്പോഴും 100 ബില്യൺ അടുത്തുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ ഒരു സെഗ്മെൻറ്റിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ചെറിയ വണ്ടികളിലേക്ക് പ്രൈസ് വളരെയധികം മുകളിലോട്ട് പോയതുകൊണ്ടും അതുകൊണ്ട് തന്നെ അവർക്ക് അധികം അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുമാണ് ഇവർ ഈ വാഹനങ്ങൾ വാങ്ങാത്തത് എന്നാണ് സുസുക്കി പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഒരു SUV പോലെ ഇരിക്കുന്ന ഇത്രയും ഫ്യൂൽ എഫിഷ്യൻസി ഉള്ളൊരു വണ്ടി 5 to 10 lakhs അല്ലെങ്കിൽ 5 to 13 lakhs ആ റേഞ്ചിൻ്റെ അകത്ത് ഇറക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ വാങ്ങും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. പണ്ടൊക്കെ ഫസ്റ്റ് ടൈം ബയേഴ്സ് വളരെ കൂടുതലായിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ കണക്കെടുത്ത് നോക്കാനാണെങ്കിൽ വണ്ടി വാങ്ങുന്നതിൽ ഏകദേശം 40% താഴെ മാത്രമാണ് ഫസ്റ്റ് ടൈം ബയേഴ്സ് വാങ്ങുന്നത് എന്നും അവർ പറയുന്നുണ്ട്. സോ അത് കൂട്ടാനാണ് ഇനിയിപ്പോൾ മാരുതി സുസുക്കി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവരുടെ മാർക്കറ്റ് ഷെയറും ഇവർക്ക് അത്യാവശ്യമായിട്ട് കൂട്ടണമെന്ന് തോന്നുന്നു. 2030 ആകുമ്പോഴേക്കും, അതായത് ഈ ഡെക്കേഡിൻ്റെ അവസാനത്തോടു കൂടി ഇവരുടെ ഇപ്പം ഡ്രോപ്പായി പോയി ഏകദേശം 40% അടുത്ത് കിടക്കുന്ന മാർക്കറ്റ് ഷെയർ പിന്നെ 50%
പെർസെൻറ്റേജിലോട്ട് തന്നെ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ഉദ്ദേശം. നമുക്കറിയാം മറ്റുള്ള കോമ്പറ്റീഷൻ ഇപ്പോൾ ഹ്യുണ്ടായി ആയിക്കോട്ടെ, ടാറ്റ ആയിക്കോട്ടെ, മഹീന്ദ്ര ആയിക്കോട്ടെ, മെയിനായിട്ട് ടാറ്റ മഹീന്ദ്ര ഈ രണ്ട് കമ്പനികളാണ് കുറച്ചധികം കാലമായിട്ട് മാരുതി സുസുക്കിക്ക് വലിയൊരു ത്രെറ്റായിട്ട് മുൻപിൽ നിൽക്കുന്നത്. കാരണം അവരുടെ വണ്ടികൾ നല്ലതാണ്, ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇറക്കുന്നുണ്ട്. മെയിനായിട്ട് മഹീന്ദ്ര അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇപ്പം ഒരുപാട് മുന്നിലാണ് നിൽക്കുന്നത്. പിന്നെ മഹീന്ദ്രയുടെ ബാക്കി വണ്ടികളായാലും ഇപ്പോൾ സ്കോർപ്പിയോ ആയിക്കോട്ടെ, XUV700 ആയിക്കോട്ടെ, അങ്ങനെ താർ റോക്സ് എല്ലാ വാഹനങ്ങളും അത്യാവശ്യം നല്ല പ്രൈസുള്ള വാഹനങ്ങളാണ്. പക്ഷേ എന്നാൽ സെയിൽസിൻ്റെ കാര്യത്തിൽ മാരുതിയുടെ ചില ചെറിയ വാഹനങ്ങളിൽ അത്രയൊക്കെ ഇതിന് വിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും, വണ്ടികളുടെ സെയിലും ഇപ്പോൾ വളരെ കൂടുതലാണ്. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് മാരുതി സുസുക്കിയുടെ ഓവറോൾ മാർക്കറ്റ് ഷെയർ ഇപ്പോൾ താഴത്തോട്ട് വന്നത്. ഇതാണ് ഇനി അവർക്ക് ചെറിയ വണ്ടികൾ വെച്ച് തിരിച്ചു പിടിക്കേണ്ടത്. ഈ വണ്ടിയുടെ കൃത്യമായിട്ടുള്ള ലോഞ്ച് ഡേറ്റ് നമുക്ക് ഇതുവരെ അറിയില്ല. പക്ഷെ എന്നാലും അധികം ലേറ്റ് ആവാൻ പറ്റില്ല. കാരണം 2030 മാർക്കറ്റ് പിന്നെയും തിരിച്ചു പിടിക്കും എന്നൊക്കെ പറയുന്ന സ്ഥിതിക്ക് അടുത്തൊരു 1 to 2 ഇയേഴ്സിനുള്ളിലെങ്കിലും ഈ വാഹനം ഇറക്കിയാലേ നടക്കുകയുള്ളൂ. പിന്നെ ഈ വാഹനത്തെ അവരിനി ഇറക്കാൻ പോകുന്ന ഒരു ചെറിയ ഇലക്ട്രിക് വണ്ടി വരുന്നുണ്ട്, അതുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനമാണ്. ആ വണ്ടി 2031 ഫൈനാൻഷ്യൽ ഇയറിലേ വരുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ ടിയാഗോ ഇവിയുടെയൊക്കെ റൈവൽ. അത് ആക്ച്വലി നല്ല ടൈം ഗ്യാപ്പാണ്, 5 വർഷത്തിനടുത്ത് ഇനിയും സമയമുണ്ട് ആ വാഹനത്തിന് വരാൻ. അപ്പോഴേക്കും ഇവരുടെ കാലം കഴിഞ്ഞു പോകും. ചിലപ്പോൾ പല പുതിയ കമ്പനികളും ആ സമയത്ത് ഇന്ത്യയിലുണ്ടാകും. അവർ നല്ല അഫോർഡബിൾ പ്രൈസിൽ വണ്ടികൾ ഇറക്കുന്നുണ്ടാകും. പിന്നെ നമ്മുടെ ടാക്സ് ആൻഡ് സിസ്റ്റത്തിലൊക്കെ ചിലപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കുറച്ചും കൂടെ അനുകൂലമായിട്ടുള്ളൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ വീണ്ടും, അല്ലെങ്കിൽ അങ്ങനെ വരണമെന്നില്ല, ശരിക്കും ICE വാഹനങ്ങളുടെ ടാക്സ് സിസ്റ്റം കുറച്ചും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ആൾക്കാർ അത് എടുക്കുന്നത് പതുക്കെ നിർത്തിക്കോളും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയുടെ പ്രൈസ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില ഓട്ടോമാറ്റിക്കലി കുറയുകയും ചെയ്യും. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ആ സമയത്ത് ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മാരുതി സുസുക്കി ഉദ്ദേശിക്കുന്ന ആ സമയത്ത് ഫസ്റ്റ് ടൈം ബയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്രോളോ ഡീസലോ ഒന്നും വേണ്ട, അതിന് പകരം ഇലക്ട്രിക് വാഹനങ്ങളാണ് ആദ്യമായിട്ട് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാനുള്ള വാഹനം എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ അവർ ആ സമയത്ത് ഈ ചെറിയ വാഹനം ഇറക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇഷ്ടംപോലെ സമയമുണ്ട്. അതിനെപ്പറ്റി നമ്മളിപ്പോൾ പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യാനുള്ളത് ഈ ഒരു ചെറിയ വാഹനമാണ്. ഇനി ഇവരുടെ വാഗണാർ പോലുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ സെയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മിക്ക മാസങ്ങളിലും നമ്പർ 1 ആവാറുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 15,000 to 22,000 ഇടയിലൊക്കെ ഇതിന് സെയിലും കിട്ടാറുണ്ട്. പക്ഷേ എന്നിട്ടും അവർ ഇനിയും ഒരു പുതിയ വാഹനം, അതായത് ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇനിയിപ്പോൾ ഈ വണ്ടി അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് വേറൊരു പ്രശ്നമുള്ളത്. അതായത് പിന്നെയും ഈ ഒരു സെഗ്മെൻറ്റ് വൈസ് ക്ലാഷ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ഇപ്പോൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അത് ഇത്രയും കാലമായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ വിറ്റാര ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും ലോഞ്ച് ആകും എന്നാണ് പറയുന്നത്. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ അടുത്ത ദിവസം തന്നെ വണ്ടിയുടെ ഡെലിവറിയും കൊടുത്തു തുടങ്ങും. അതുകൊണ്ട് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇവരുടെ മറ്റുള്ള ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റി പറയുന്നതായിരിക്കും നല്ലത്. മിക്കവാറും ഇതുവരെ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ മടി കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായിട്ട് അവർ എടുക്കാൻ പോകുന്ന വണ്ടിയായിരിക്കും ഈ വിറ്റാര, ഓർ അതിൻ്റെ തന്നെ കൗണ്ടർ പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം സഹോദരനായിട്ടുള്ള ടൊയോട്ടയുടെ അർബൻ ക്രൂസർ EV. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. സോ ഇതാണ് ബേസിക്കലി ഇപ്പം മാരുതി സുസുക്കിയുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള വാഹനങ്ങളുടെ അപ്ഡേറ്റ്. ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. ലൈക്സ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.